വെൽക്കം ടു SJ ടേസ്റ്റി ഫുഡ്. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്. അതിന് വേണ്ട ചേരുവകളാണ് പറയുന്നത്. 1/2 കിലോ കോഴി, ഒരു 5 മുളക് കൊല്ലമുളക് ഞാൻ ചതച്ചെടുത്തേക്കണേന് 5 എണ്ണം ഉണ്ട്. അത് നമുക്കിങ്ങനെ ഇതിലോട്ട് ഇടാം. ഇത്തിരി എരിവ് കിട്ടാൻ വേണ്ടിയാണ്. 5 എണ്ണം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത്തിരി കോൺഫ്ലവർ ഇടാം. നമുക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ഇടാം. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിടാം. മുട്ട നമുക്ക് വറക്കാൻ നേരത്തെ ഇട്ടേച്ചാൽ മതി, ഇപ്പം ഇടുന്നൊന്നുമില്ല. ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. 1/2 മുറി നാരങ്ങ നീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. ശരിക്കും ഇളക്കിയിട്ട് നമുക്ക് 1 മണിക്കൂർ വെക്കാം. ഇത് വറക്കാൻ നേരത്ത് നമുക്ക് ഇത്തിരി കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞ കളർ ഇടാം, മഞ്ഞപ്പൊടി ഇടാം, ഒരു മുട്ട ഇടാം. ഒരു സോയാ സോസ് ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കയ്യിലിപ്പോൾ നമ്മുടെ നിലവിലുണ്ടെങ്കിൽ നമുക്ക് ഇടാം, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നും ഇല്ലായിട്ട് ഇടാൻ. ഇട്ട് വറക്കുമ്പോൾ ടേസ്റ്റാണ്. ഇത് നമുക്ക് കുറച്ച് നേരം 1 മണിക്കൂറോളം വയ്ക്കാം. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി റൈസിന് വേണ്ട ചേരുവകളാണ് ഞാൻ പറയുന്നത്. ഒരു 5 പച്ചമുളക്, 2 ക്യാരറ്റ്, 3 സവാള, 3 4 സവാള, ഒരു ക്യാപ്സിക്കോ, ഒരു കുറച്ച് ഭാഗം മാത്രം ക്യാബേജ്, ഇത്രയാണ് വേണ്ടത്. പിന്നെ 1 കിലോ അരി, ഇത് നീളന അരി, ബിരിയാണി അരി, ഇത് ഫ്രൈഡ് റൈസിൻ്റെ അരിയാണിത്. പിന്നെ ആവശ്യത്തിന് വറക്കാൻ ആവശ്യത്തിന് എണ്ണ, അത്രയ്ക്ക് സാധനങ്ങൾ മതി. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത് ഞാൻ ഇടുന്നതാണ്. ശരിക്കും വറുത്തെടുക്കാം നമുക്കൊന്ന്. ആ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കെല്ലാം വഴറ്റിയെടുത്താൽ മതി. വെളിച്ചെണ്ണ കുറവ് മതി. ഒരു 3 വെളുത്തുള്ളി, ഇനി നമുക്ക് സവാളയും പച്ചമുളകും ഇടാൻ പോവാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇടാം. സോസുകൾ ഓരോന്നായിട്ട് ചേർക്കാം. ഇത് ചില്ലി സോസാണ്, സോയ സോസ്, ടൊമാറ്റോ സോസ്, അല്പം എരിവിന് വേണ്ടി ചതച്ച മുളക് ഇടണം. ഇത്തിരി ഗ്രേവി കിട്ടാൻ വേണ്ടി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇടുന്നുണ്ട്. ചിക്കൻ ഇടാം. വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ അരി ഇട്ടിട്ടുണ്ട്. ഒരുവിധം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. അധികം വെന്ത് പോകരുത്. അധികം അളവ് ഞാൻ 2 ഗ്ലാസ് അരി ഇട്ടേക്കണത്. ഇത്തിരി അധികം വെള്ളം വെച്ചിട്ട് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇടാം. അധികം വേഗണ്ട, ഈ പരുവത്തിലെടുത്താൽ മതി. പാൻ ചൂടായിരുന്നു. മുട്ട വറുക്കാം നമുക്ക്. വലിയ പാത്രം എടുത്തത് നമ്മൾ ചോറെല്ലാം കൂടെ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിട്ട് ഇട്ടത്. വലിയ പാത്രം എടുത്തത്. ഇനി നമുക്ക് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കാം. അതിന് വെന്തം കൂടെ പോവണ്ട, ഒത്തിരി കൂടെ പച്ചച്ചോന്ന് വറുത്തിട്ടാൽ മതി. ക്യാരറ്റ് ഇടാം നമുക്ക്. നമുക്ക് ചോറ് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലോട്ട് കുറേശ്ശെ എടുത്ത് വറുത്തെടുക്കാം. കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ഇളക്കി കൂട്ടിയെടുക്കാം.
ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വേണമെങ്കിൽ ഇടാം. ഫുള്ളും ചോറിടണേണ് ഞാൻ. വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇടാം. 1 സ്പൂൺ സോയാ സോസ് ഇടണം. 1 സ്പൂൺ ചില്ലി സോസ്. നമ്മൾ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇവിടെ റെഡിയാണ്. റൈസിന് 1-2 സംഭവം ഇടാൻ ഉണ്ടായില്ല. സ്പ്രിംഗ് ഓണിയനും സെല്ലറിയും ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് കിട്ടിയില്ല. പിന്നെ പോകാനൊരു പേടിയുണ്ടായിരുന്നു ഇവിടെ. അത് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, ബെല്ലൈക്കൻ നിൽക്കുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക.